ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 ബുധനാഴ്ചയാണ്. യുഎസിലെ 3 മാർക്കറ്റുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് ആണ് വലിയ ഇടിവിലേക്ക് പോയത്. 1% ഇടിഞ്ഞു. ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് യുഎസ് മാർക്കറ്റുകളെ ഇന്നലെ ഡ്രാഗ് ചെയ്തത്. അതിൽ തന്നെ എൻവിദിയ 4% മുകളിൽ നഷ്ടമുണ്ടാക്കി. യുഎസിൽ നിന്ന് ഇന്ന് ജനുവരിയിലെ ഫെഡറൽ മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ മാർക്കറ്റുകളിലേക്ക് വന്നാൽ യുഎസ് ഫ്യൂച്ചേഴ്സ്, യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ്, ഏഷ്യൻ മാർക്കറ്റുകൾ എല്ലാം ഇടിവിലാണ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു പോസിറ്റിവിറ്റിയിലുണ്ട് എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നു. നിഫ്റ്റിയിൽ ഇന്നൊരു 30 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലേക്കും പോകാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. 2 ലക്ഷം കോടി രൂപയുടെ ആണവോർജ്ജ നിക്ഷേപത്തിനൊരുങ്ങി സർക്കാർ. $26 ബില്യൺ, അതായത് 2 ലക്ഷം കോടി രൂപയുടെ മൊത്തം നിക്ഷേപമാണ് സർക്കാർ തേടുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ, അദാനി പവർ, വേദാന്ത ലിമിറ്റഡ് എന്നിവയുൾപ്പെടെ 5 സ്വകാര്യ കമ്പനികളുമായി സർക്കാർ ചർച്ച നടത്തുന്നു. ഓരോ കമ്പനിയും ഏകദേശം 44,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിക്ഷേപം ഇന്ത്യയെ ഫോസിൽ ഇതര ഇന്ധനാധിഷ്ഠിത വൈദ്യുതോൽപാദന ശേഷി 2030 50% ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് 42%. എന്തായാലും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ, അദാനി പവർ, വേദാന്ത ലിമിറ്റഡ് എന്നീ കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ വാർത്തയിലേക്ക്. ഇന്ത്യയിലെ വിവിധ മേഖലകളിലായി 9 പദ്ധതികൾക്കായി 12,800 കോടി രൂപ ജപ്പാൻ നിക്ഷേപിക്കും എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. 9 പദ്ധതികൾക്കായി ജപ്പാനീസ് സർക്കാർ 232.20 ബില്യൺ yen, അതായത് ഏകദേശം 12,800 കോടി രൂപ വായ്പ നൽകിയതായി ധനമന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു. നോർത്ത് ഈസ്റ്റ് റോഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, തെലങ്കാനയിൽ സ്റ്റാർട്ടപ്പും ഇന്നൊവേഷനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രൊജക്ട്, ചെന്നൈയിൽ പെരിഫറൽ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിനുള്ള പദ്ധതി, ഹരിയാനയിൽ സുസ്ഥിര ഹോർട്ടിക്കൾച്ചർ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി, കാലാവസ്ഥാ വ്യതിയാന പ്രതികരണത്തിനും രാജസ്ഥാനിലെ ഇക്കോസിസ്റ്റം സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഇന്നൊവേഷൻ എന്നീ സെക്ടറുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു വാർത്ത നമുക്കിടയിലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. വെളുത്തുള്ളി വില കുതിച്ചുയർന്നത് അടുക്കള ബഡ്ജറ്റിനെ ആകെ താളം തെറ്റിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഉള്ളി വിലയിലും വർധനമുണ്ടാകുന്നു. വരും നാളുകളിൽ ഉള്ളി വില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്ന് കർഷകർ അറിയിക്കുന്നു. ഉള്ളിയുടെ വില കുതിച്ചുയരുന്നു. ഇത് വീട്ടിലെ അടുക്കളയ്ക്കും ഭക്ഷണശാലയ്ക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നു. കൂടാതെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനുവരിയിൽ CPI ഇൻഫ്ലേഷൻ 5.10% അതിൽ തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ മന്ത് ഓൺ മന്തിൽ 0.7% ഇടിവും രേഖപ്പെടുത്തി. വരും മാസങ്ങളിൽ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് CPI ഇൻഫ്ലേഷനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉള്ളി കയറ്റുമതി നിരോധനം നേരത്തെ പ്രഖ്യാപിച്ച സമയപരിധി മാർച്ച് 31 വരെ തുടരുമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച പറയുകയുണ്ടായി. 2023 ഡിസംബർ 8 സർക്കാർ ഉള്ളി കയറ്റുമതി മാർച്ച് 31 വരെ നിരോധിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാർത്തകളിലൂടെയാണ് ഇവിടെ കടന്നുപോയത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തത് നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്ത്. സെൻസെക്സ് 73,130, നിഫ്റ്റി 22,215 എന്ന പുതിയ ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 22,196 74 പോയിന്റ്സ് ഉയർന്നാണ്. ഡേ ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഹയർ ഹൈ ഫോർമേഷനാണ് ഡെയിലി, വീക്ക്ലി ചാർട്ടുകളിൽ ഫോം ആകുന്നത്. കൂടാതെ ഡെയിലി ചാർട്ടിൽ ഒരു അസെൻഡിംഗ് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയ കാര്യം നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു. അവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടി ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള ഒരു കൺഫർമേഷൻ കൂടിയാണ്. നിഫ്റ്റി 22,100, 22,150 എന്നൊരു ക്രൂഷ്യൽ ലെവൽ മറികടന്നു കഴിഞ്ഞു. 22,200 ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 22,500 എത്താനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇനി 22,500 എന്തുകൊണ്ട് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസിംഗ് ചാനലിന്റെ അപ്പർ എൻഡ് ഉള്ളത് 22,500 കൂടാതെ ബോളിഞ്ചർ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നതും പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 23,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,600 അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,100 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 22,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200. ഏജന്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,150 152% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 22% വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്.
അടുത്തത് 22 സ്ട്രൈക്കിൽ 39% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 3% ഇടിവാണ് അവിടെ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് 22 സ്ട്രൈക്കിൽ 121% വർധനവ് പുട്ട് സൈഡിൽ കാണാം. 31% വർധനവാണ് കോൾ സൈഡിലുള്ളത്. അതായത് 2 സ്ട്രൈക്കിലും ഒരു ബിൽഡപ്പ് തന്നെയാണ്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് ഉള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,000 മുകളിൽ 47,094 എന്ന നിലയിൽ 558 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്കും ആക്സിസ് ബാങ്കും തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെയും റാലിക്ക് പിന്തുണയായത്. ബാങ്ക് നിഫ്റ്റിയുടെ 50-ഡേ EMA ഉള്ള 46,580 എന്നൊരു ക്രൂഷ്യൽ സോൺ ഭേദിച്ചുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയത് എന്നത് വളരെ വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,700-ഉം അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000 മുതൽ 46,500 വരെയുള്ള സോണാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ആണ്. ഇന്ത്യ വിക്സിലേക്ക് 16.07 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 0.34% ഉയർന്നായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ഒരു Q3 റിസൾട്ട് ABB ഇന്ത്യയുടെ പുറത്തു വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോഴുള്ളത് 345 കോടി രൂപയിലാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 13% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 14% വർധനവാണ് കണ്ടത്. 2,757 കോടി രൂപയിലാണ് റവന്യൂ ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഈ ക്വാർട്ടറിൽ ഓർഡർ ഇൻടേക്കിലും 35% വർധന വന്നിട്ടുണ്ട്. 3,147 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ABB ഇന്ത്യയിൽ നിന്നും പുറത്തു വന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. സ്വാൻ എനർജി ഫെബ്രുവരി 20-ന് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകിയതായി കമ്പനി അറിയിച്ചു. ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 703.29 രൂപയാണ്. മറ്റൊരു കമ്പനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഇഷ്യൂ വഴി 3,000 കോടി രൂപ വരെ സമാഹരിക്കാൻ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി എന്നൊരു വാർത്ത. ഫെബ്രുവരി 20-ന് QIP ഇഷ്യൂ ആരംഭിക്കും. ഇക്വിറ്റി ഷെയറിന്റെ ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 142.78 രൂപയാണ്. അടുത്തത് ദേവയാനി ഇന്റർനാഷണൽ. ബുധനാഴ്ച ഒരു ബൾക്ക് ഡീലിലൂടെ ദേവയാനി ഇന്റർനാഷണലിന്റെ 4.4% ഓഹരികൾ റെസ്റ്റോറന്റ് വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു കമ്പനി ഈസി മൈ ട്രിപ്പ് ആണ്. ജീവനി ഹോസ്പിറ്റാലിറ്റി, ഈസി മൈ ട്രിപ്പ് എന്നിവയുമായി ചേർന്ന് റാഡിസൺ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അയോധ്യയിൽ 2ാമത്തെ ഹോട്ടൽ നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി GOCL കോർപ്പറേഷൻ ആണ്. പ്രൊമോട്ടർ ഹിന്ദുജ ക്യാപിറ്റൽ മൗറീഷ്യസ് GOCLലെ ഓഹരി പങ്കാളിത്തം ഏകദേശം 1% കുറയ്ക്കാൻ പോകുന്നു. അതായത് നിലവിലെ 73.83% നിന്ന് 72.83% കുറയ്ക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കൂടി നോക്കാം. ബൽറാംപൂർ ചിലി മീൻസ്, GMR എയർപോർട്ട്സ് ആൻഡ് ഇൻഫ്ര, GNFC, RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, കാനറ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, രാവിലെ 10 മണിക്ക് മുൻപ് തന്നെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു സെഷനാണ്. അതും ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു സെഷൻ കൂടിയാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. രാവിലെ 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മൾ പറയുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഒരു പെന്നി സ്റ്റോക്കായിരുന്നു. എൻട്രി എടുക്കുന്നത് 26.80 എന്ന നിലയിൽ ഒക്ടോബർ 27-നായിരുന്നു. ഇന്നലത്തെ സ്റ്റോക്കിന്റെ ഒരു ഹൈ എന്ന് പറയുന്നത് 40.50 ആയിരുന്നു. ഒക്ടോബർ 27, 2023-ലായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. സ്റ്റോക്ക് കേവലം 4 മാസം കൊണ്ട് 51% റിട്ടേൺ ആണ് നമുക്ക് നൽകിയത്. ഇനി മറ്റ് സ്വിംഗ് സ്റ്റോക്കുകളിലേക്ക് വരാം. ആദ്യം രേണുക ഷുഗർ ഫെബ്രുവരി 19-നായിരുന്നു പറഞ്ഞത്. 48.85 എന്ന നിലയിൽ എൻട്രി എടുത്തു. 51 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് MCX ആയിരുന്നു. 3602 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. 3766 വരെ സ്റ്റോക്ക് അപ്പായി.
ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 3750 ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 4.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് HFCL ആയിരുന്നു. ഫെബ്രുവരി 19 ഇതിൽ എൻട്രി എടുത്ത് 103.3 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്ത സ്റ്റോക്കിൽ 113 വരെയാണ് അപ്പായത്. ഏകദേശം 9.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഡെൽറ്റ കോർപ്പായിരുന്നു. ഫെബ്രുവരി 19 എൻട്രി എടുത്ത് 144.25 എന്ന നിലയിൽ എൻട്രി എടുത്തു. 151.5 വരെ സ്റ്റോക്ക് അപ്പായി. 5% പ്രോഫിറ്റ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചു. 2 ടാർഗറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 2 ടാർഗറ്റും 147ഉം 150 എന്നീ 2 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് നെറ്റ്വർക്ക് 18 ആയിരുന്നു. ഫെബ്രുവരി 19 പറഞ്ഞത്. 117.9 എന്ന നിലയിൽ എൻട്രി എടുത്ത് 121 വരെ അപ്പായി. 2.5% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. ഇനി ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. സി എൻ്റർടൈൻമെൻറ്റ് 187.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. 205.25 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 9% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് 195ഉം സെക്കൻഡ് ടാർഗറ്റ് 200ഉമായിരുന്നു. 2 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 2 പ്രാവശ്യം നമ്മൾ ഈ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നൽകിയിരുന്നു. 2 പ്രാവശ്യവും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ്. സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് 373 എന്ന നിലയിലായിരുന്നു. 397 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 6.5% നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് F&O സെഗ്മെൻറ്റിലേക്ക്. ബോഷ് ലിമിറ്റഡ് ഫെബ്രുവരി 19 നമ്മൾ പറഞ്ഞത്. 28,000 CE ആയിരുന്നു നൽകിയത്. 2 ടാർഗറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ടാർഗറ്റായ 29,000 ഇന്നലെ ഹിറ്റ് ചെയ്തു. 29,191 വരെ സ്റ്റോക്ക് അപ്പായി. നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്ന ധാരാളം സ്റ്റോക്കുകളുമുണ്ട്. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIA/DA ആക്ടിവിറ്റിയാണ്. ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ FIS വലിയ സെല്ലിങ്ങിലേക്കാണ് പോയത്. 1335 കോടി രൂപയുടെ സെല്ലിങ്ങിലേക്കാണ് FIS പോയത്. DIs ആവട്ടെ 1491 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് FIS സെല്ലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലും മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ ആകുന്നില്ല. DIസും റീറ്റെയിലേഴ്സും മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഇനി US മാർക്കറ്റിലേക്ക്. തിങ്കളാഴ്ചത്തെ അവധിക്ക് ശേഷം ഓപ്പൺ ചെയ്ത US മാർക്കറ്റുകളെല്ലാം ഡൗണിൽ തന്നെയായിരുന്നു. ഡൗ ജോൺസ് 0.17% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 1.06% ഇടിഞ്ഞപ്പോൾ S&P 500 0.56% ഇടിഞ്ഞു. ഇന്നലെ സ്റ്റോക്കുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻവിദിയയാണ് വലിയ ഇടിവിലേക്ക് പോയത്. ക്വാർട്ടർലി റിസൾട്ടുകൾ ഇന്ന് വരാനിരിക്കുകയാണ്. അതിന് മുന്നേയായി എൻവിദിയ ഏകദേശം 4% മുകളിൽ ഇടിഞ്ഞു. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായി 225% റിട്ടേൺ ആണ് നൽകിയത്. ഇനി ബുധനാഴ്ച ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് ഫെഡറൽ റിസർവ് ജനുവരി മീറ്റിംഗ് മിനിറ്റ്സ് ആണ്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ കൂടി നോക്കാം. HSBC, വിൻസ്റ്റോപ്പ്, അനലോഗ് ഡിവൈസസ്, എൻവിദിയ, HC എന്നീ കമ്പനികളാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ആദ്യം ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 2.95% ഉയർന്നത്. HDFC ബാങ്ക് 1.84%, ആക്സിസ് ബാങ്ക് 2% ഉയർന്നു. നല്ല ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ബാങ്കിംഗ് സൈഡിൽ നിന്നും കാണാൻ കഴിയുന്നത്. പക്ഷേ ടെക് സൈഡ് വീക്കായിരുന്നു. വിപ്രോ 1.71% ഇടിഞ്ഞു. ഇൻഫോസിസ് 2.20% ഇടിഞ്ഞത്. മെയ്ക്ക് മൈ ട്രിപ്പാണ് വലിയ ഇടിവിലേക്ക് പോയത്. 3.5% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.09% ഇടിവിലും, S&P 500 0.14% ഇടിവിലും, നാസ്ഡാക്ക് 0.33% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ഇന്നലെ 3 മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. FTSE UK മാർക്കറ്റ് 0.12% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.34% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.14% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും മൈനിങ് സ്റ്റോക്കുകൾ ഇടിവിലേക്ക് പോയി. 1.84% ഇന്നലെ മൈനിങ് സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. കെമിക്കൽ സ്റ്റോക്കുകൾ 2.5% നേട്ടവും ഉണ്ടാക്കി. ഇന്നലെ അവിടെ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ബാർക്ലീസ് ആയിരുന്നു. 8.6% ഉയർന്നത്. ഇന്നലെ യൂറോപ്പിൽ നിന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബൈലി ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുന്നത് എന്നായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നറിയിച്ചു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഡാക്സ് 0.08% ഇടിവിലും, CAC FTSE മാർക്കറ്റുകൾ 0.05% ഇടിവിലുമാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന
5 ഇയർ ലോൺ പ്രൈം റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്തു. 5 ഇയർ ലോൺ പ്രൈം റേറ്റ് 4.2 നിന്ന് 3.95% കുറഞ്ഞു. കോർപ്പറേറ്റ് ലോണുകളുടെ 1 ഇയർ LPR 3.45% തന്നെ മാറ്റമില്ലാതെ തുടരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,248 എന്ന നിലയിലാണ്. ഒരു 13 പോയിന്റ്സിൻ്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്നൊരു 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് ഇടിവിലാണ്. 0.13% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.48% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.25% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.24% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. US ക്രൂഡ് കഴിഞ്ഞ ആഴ്ച മാത്രം 3%-നടുത്ത് ഉയരുകയുണ്ടായി. കൂടാതെ US ക്രൂഡ് ഇപ്പോൾ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇന്നലെ ക്രൂഡ് 1%-ൻ്റെ ഒരു ഇടിവുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $82.56 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.02% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.22 പെർ ബാരൽ എന്ന നിലയിൽ 0.23% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.